പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഫ്ലവേഴ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്തു അല്ലേ. പിന്നെ ഫ്ലവറുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ടേംസുകൾ നമ്മൾ പഠിച്ചു. അതേപോലെ തന്നെ ഇനി അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള അതിൻ്റെ പൊസിഷനെ, ആ പാർട്സുകളുടെ പൊസിഷനെ ബേസ് ചെയ്തിട്ട് ഉള്ള ചില ടേംസുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്കറിയാം കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം അല്ലേ. 4 മെയിൻ വേൾഡ്സുകളാണ് ഒരു ഫ്ലവറിൽ ഉണ്ടാവുക എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ കാലിക്സ് ഉണ്ടാവും, അതേപോലെ കൊറോള ഉണ്ടാവും, ആൻഡ്രീഷ്യം ഉണ്ടാവും, ഗൈനീഷ്യം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ കാലിക്സും കൊറോളയും ആൻഡ്രീഷ്യവും ഗൈനീഷ്യത്തിൻ്റെ ഓവറിയുടെ പൊസിഷനെ ബേസ് ചെയ്തിട്ട് വ്യത്യസ്തമായിട്ടുള്ള ടൈപ്പ് ഫ്ലവേഴ്സുകളാണ് കാണപ്പെടുന്നത്. അതിൻ്റെ ഡയഗ്രാം വരക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. അപ്പോൾ ശ്രദ്ധിച്ചിരുന്നോ എങ്ങനെയാണ് ആ ടൈപ്സുകൾ വരുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ടൈപ്സിനെ ഇപ്പോൾ ഇവിടെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത് ബേസ്ഡ് ഓൺ ദി പൊസിഷൻ ഓഫ് കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം വിത്ത് റെസ്പെക്ട് ടു ഓവറി. There are three types of flowers can be seen. അപ്പോൾ നോക്കുക, based on the position of calyx, corolla, androecium, and with respect to ovary, there are 3 different types of flowers can be seen. First one is hypogynous. Okay, അപ്പോൾ ഹൈപ്പോഗൈനസ് ഫ്ലവേഴ്സ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ചിത്രീകരിച്ച് കാണിച്ചു തരാം. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. ഇവിടെ ഫ്ലവറിൻ്റെ തലാമസ് അല്ലേ, തലാമസിൽ നിന്ന് കാലിക്സ് വരും. അതേപോലെ തന്നെ തലാമസ് എന്ന് പറയുന്നത് സ്വലം റീജിയൻസ് ആണ് അല്ലേ. ഇവിടെ ഓവറി, അതായത് ഗൈനീഷ്യം വരുന്ന ഭാഗം ഓവറി, അതേപോലെ തന്നെ ആൻഡ്രീഷ്യം ആൻഡ് കൊറോള. ഓക്കെ, ഇവിടെ 4 വേൾഡ്സുകളുണ്ട് അല്ലേ. ഏറ്റവും വേൾഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു റൗണ്ടാണ്, ഫ്ലവേഴ്സിൻ്റെ ഒരു റൗണ്ടാണ് ഒരു വേൾഡ് അല്ലേ. അപ്പോൾ ഏറ്റവും പുറമേയുള്ള റൗണ്ടിൽ എന്തുണ്ടാവും? കാലിക്സ് ഉണ്ടാവും. അതേപോലെ അടുത്ത റൗണ്ടിൽ കൊറോള ഉണ്ടാവും, അതേപോലെ നെക്സ്റ്റ് റൗണ്ടിൽ ആൻഡ്രീഷ്യം അല്ലേ, അതേപോലെ ഗൈനീഷ്യം. ഇവിടെ നമ്മൾ പറഞ്ഞു ഗൈനീഷ്യം മൊത്തത്തിലല്ല നോക്കുന്നത്. ഗൈനീഷ്യത്തിൻ്റെ പാർട്ട് 3 പാർട്ടാണ്. ഒന്ന് ഓവറി, സ്റ്റൈല്, സ്റ്റിഗ്മ, ഇങ്ങനെ 3 ഭാഗമാണ് ഗൈനീഷ്യത്തിൽ വരിക അല്ലേ. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ ഈ പാർട്ടാണ് സ്വലം റീജിയൻ, അതായത് ഓവറി എന്ന് പറയുന്നത് ബേസൽ പാർട്ട് ഓഫ് ദി കാർപ്പൽസ് അല്ലേ. കാർപ്പൽസിൻ്റെ ബേസൽ പാർട്ടാണ് ഓവറി. അപ്പോൾ ഓവറിയുടെ പൊസിഷൻ നോക്കുക, ഓവറി ഏറ്റവും മുകളിലാണ്. ഏറ്റവും മുകളിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ താഴെ നിന്നാണ് ആൻഡ്രീഷ്യം സ്റ്റേമൻ വന്നിട്ടുള്ളത്. അതിൻ്റെ താഴെ നിന്നാണ് കൊറോള വന്നിട്ടുള്ളത്. അതിൻ്റെയും താഴെ നിന്നാണ് കാലിക്സ്. എന്ന് വെച്ചാൽ ഓവറിയാണ് ഹയസ്റ്റ് പൊസിഷനിലുള്ളത്. അപ്പോൾ ഓവറി ഈസ് അറ്റ് ദി ഹയസ്റ്റ് പൊസിഷൻ ആൻഡ് all other floral whorls are arise at base of the ovary. ഓവറിയുടെ ബേസിൽ നിന്നാണ് ബാക്കി എല്ലാ ഫ്ലോറൽ അപ്പൻഡേജസുകളും അറൈസ് ചെയ്തിട്ടുള്ളത് അല്ലേ, ഉത്ഭവിച്ച് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഫ്ലോറൽ അറേഞ്ച്മെൻറ്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈപ്പോഗൈനസ് ഫ്ലവേഴ്സ് എന്നാണ് വിളിക്കുക. അല്ലെങ്കിൽ ഇതിൽ ഓവറിന് നമ്മൾ സുപ്പീരിയർ, ഓവറി സുപ്പീരിയർ ആയിട്ടുള്ള കണ്ടീഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് പറയുക? ഹൈപ്പോഗൈനസ്. ദറ്റ് ഈസ് ഓവറി സുപ്പീരിയർ ആണ്.
ഏറ്റവും മുകളിലായിട്ട് കാണപ്പെടുന്ന ഭാഗം അല്ലേ, അതാണ് സുപ്പീരിയർ. മുകൾ ഭാഗത്ത് കാണപ്പെടുന്നതാണ് സുപ്പീരിയർ ഓവറി. മനസ്സിലായല്ലോ? അപ്പം ഇങ്ങനെ കാണപ്പെടുന്ന ഫ്ലവേഴ്സുകൾ നമുക്കറിയാം. ചൈന റോസ് അല്ലേ, ഹിബിസ്കസ് ഇതേപോലുള്ള ഒരു ഫ്ലവറാണ്. ചൈന റോസിലെ ഹൈപ്പോഗൈനസ് ഫ്ലവറാണ് കാണപ്പെടുന്നത്. അതേപോലെ തന്നെ കലോട്രോപ്പിസ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ടൈപ്പാണ് എപ്പിഗൈനസ്. രണ്ടാമത്തെ ടൈപ്പ് നമുക്ക് പെരിഗൈനസ് പറയാം. പെരിഗൈനസ്. ഓക്കെ, അപ്പോൾ പെരിഗൈനസ് എങ്ങനെയാണ് അതിൻ്റെ ഇൻറ്റേർണൽ പാർട്ട് കാണപ്പെടുന്നത് എന്നുള്ളത് ഞാൻ ചിത്രീകരിക്കാം. ഇവിടെ ശ്രദ്ധിച്ചിരിക്കാം. അതിൻ്റെ സ്റ്റോക്ക്, അപ്പോൾ ഇതാണ് തലാമസ്. കുറച്ച് ചെറിയൊരു കപ്പ് ഷേപ്പിലായിട്ടുണ്ട്. അപ്പോൾ അതേപോലെ കാലിക്സ്, അവിടെ ഓവറി, കൊറോള. ഓക്കെ, ഇങ്ങനെയാണ് വരിക. ഓക്കെ, ഇപ്പോൾ നോക്കുക. ഇവിടെ തലാമസ് ഇസ് എ കപ്പ് ഷേപ്പ്ഡ് സ്ട്രക്ചർ അല്ലേ, ഏകദേശം ഒരു കപ്പ് ഷേപ്പ്ഡ് സ്ട്രക്ചർ ആയിരിക്കും. അപ്പോൾ അതിൽ കാലിക്സ്, കൊറോള, അതേപോലെ തന്നെ ആൻഡ്രീഷ്യം അല്ലേ, ഇവിടെ ആൻഡ്രീഷ്യം ഉണ്ടാവും. ആൻഡ്രീഷ്യം ആർ അറൈസ് അറ്റ് ദി റിം ഓഫ് ദി തലാമസ്. റിം എന്ന് പറഞ്ഞാൽ മാർജിൻ അല്ലേ. ഇപ്പോൾ ഇവിടെ തലാമസിൻ്റെ മാർജിൽ നിന്ന്, എഡ്ജിൽ നിന്ന്, ബോർഡറിൽ നിന്ന് എന്ത് ചെയ്യും, സ്റ്റേമെൻസ്, അതേപോലെ കൊറോള, കാലിക്സ് എന്നിവ വന്നിട്ടുണ്ടാവും. ഓക്കെ, അതേപോലെ ഓവറി ഈസ് ഓൾമോസ്റ്റ് അറ്റ് ദി സെയിം ലെവൽ. ഏകദേശം എന്താണ്, സെയിം ലെവലിലായിരിക്കും. ഫുള്ളായിട്ട് സെയിം ലെവലാവണമെന്നില്ല, ഏകദേശം സെയിം ലെവലിലായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള അറേഞ്ച്മെൻറ്റ്സിനെയാണ് പെരിഗൈനസ് ഫ്ലവേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. ഇപ്പോൾ പ്ലംസ്, അതേപോലെ റോസ് പോലുള്ള ചെടികളിൽ പെരിഗൈനസ് അറേഞ്ച്മെൻറ്റ്സ് ആയിരിക്കും. മനസ്സിലായല്ലോ? പെരിഗൈനസ് അറേഞ്ച്മെൻറ്റ്സ്. അപ്പോൾ ഇതിനെ ഓവറി ഈസ് ഹാഫ് ഇൻഫീരിയർ എന്നാണ് പറയുക. ഇവിടെ നമ്മൾ ഓവറി സുപ്പീരിയർ എന്ന് പറഞ്ഞു, ഇവിടെ ഓവറിയെ ഹാഫ് ഇൻഫീരിയർ എന്നാണ് അറിയപ്പെടുന്നത്. ഫുള്ളായിട്ട് ഇൻഫീരിയർ അല്ല, പകുതി ഇൻഫീരിയർ ആയിട്ടുള്ള ഓവറി ആയിരിക്കും പെരിഗൈനസ് ഫ്ലവേഴ്സിന് ഉണ്ടാവുക. മനസ്സിലായല്ലോ? ഇനി മൂന്നാമത്തെ ടൈപ്പ് ശ്രദ്ധിച്ചിരുന്നോ? മൂന്നാമത്തെ ടൈപ്പ് അറിയപ്പെടുന്ന പേരാണ് എപ്പിഗൈനസ്. എന്താ വിളിക്കുക? എപ്പിഗൈനസ്. ഓക്കെ, എപ്പിഗൈനസിൽ എങ്ങനെയാണ് ഫ്ലവർ വരിക എന്നുള്ളത് നോക്കുക. ഇവിടെ തലാമസ് ഇതുപോലെയാണ് ഉണ്ടാവുക. തലാമസ് ഇതുപോലെ മുകളിലോട്ട് ഗ്രോ ചെയ്തിട്ടുണ്ടാവും. മനസ്സിലായല്ലോ? അതേപോലെ ഓവറി ഇതുപോലെ ആ കപ്പ് ഷേപ്പിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. മനസ്സിലായോ? ഓവറി. അതേപോലെ തന്നെ കാലിക്സ്, ഇവിടെ നിന്ന് കാലിക്സ് ഉണ്ടാവും, കൊറോള ഉണ്ടാവും, അതേപോലെ തന്നെ ആൻഡ്രീഷ്യം. മനസ്സിലായല്ലോ? അപ്പോൾ ഇതിൽ ഓവറി തലാമസ് ഗ്രോ അപ്വേർഡ്സ് അല്ലേ, മുകളിലോട്ട്, ഓവറിൻ്റെ മുകളിലോട്ട് വളർന്നിരിക്കുകയാണ്. തലാമസ് ഗ്രോ അപ്വേർഡ്സ് ആൻഡ് എൻക്ലോസ്ഡ് വിത്തിൻ ദി ഓവറി. ഓവറിയെ കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കിയിട്ടുണ്ട് അല്ലേ, എൻക്ലോസ്ഡ് വിത്തിൻ ദി ഓവറി. അപ്പോൾ ആൻഡ് ഓൾസോ ദി ഓവറി വാൾ ഫ്യൂസ് വിത്ത് ദി തലാമസ്, വാൾസ് ഓഫ് ദി തലാമസ്. തലാമസിൻ്റെ വോൾസുമായിട്ട് ഓവറിയുടെ വോൾസ് ഫ്യൂസ് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്കറിയാം
ഈ വോൾസും ഇതിൻ്റെ വോൾസും ഓവറിയുടെ വോളും തലാമസിൻ്റെ വോളും കൂടിച്ചേർന്ന് ഒട്ടിച്ചേർന്നാണ് നമ്മൾ അല്ലേ. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഓവറി കംപ്ലീറ്റ് ഇൻഫീരിയർ ആണ്, ഇൻഫീരിയർ ഓവറി ആയിരിക്കും. അപ്പോൾ തലാമസ് ഗ്രോ അപ്വേർഡ്സ് ആൻഡ് കംപ്ലീറ്റ്ലി എൻക്ലോസ്ഡ് വിത്തിൻ ദി ഓവറി ആൻഡ് ദ വോൾ ഓഫ് ദ ഓവറി ഫ്യൂസ്ഡ് വിത്ത് വോൾ ഓഫ് ദി തലാമസ് അല്ലേ. ഓവറിയുടെ വോളും തലാമസിൻ്റെ വോളും ഫ്യൂസ് ചെയ്തിട്ടുണ്ടാവും. ഹിയർ ഓൾ അതർ ഫ്ലോറൽ വേൾഡ്സ് അല്ലേ, എല്ലാ ഫ്ലോറൽ വേൾഡ്സുകളും അല്ലേ, എല്ലാ ഫ്ലോറൽ വേൾഡ്സുകളും എന്താണ് ആർ അറൈസ് എബവ് ദി ഓവറി. ഓവറിയുടെ മുകൾ ഭാഗത്തു നിന്നായിരിക്കും എല്ലാ ഫ്ലോറൽ വേൾഡ്സുകളും വന്നിട്ടുണ്ടാവുക. ഓൾ ഫ്ലോറൽ വേൾഡ്സ് ആർ അറൈസ് എബവ് ദി ഓവറി. സോ ദിസ് ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻറ്റ്സ് ഈസ് കോൾഡ് എപ്പിഗൈനസ് ഫ്ലവേഴ്സ്. ഇങ്ങനെയുള്ള അറേഞ്ച്മെൻറ്റ്സിൻ്റെ പേരാണ് എപ്പിഗൈനസ് അറേഞ്ച്മെൻറ്റ്സ് എന്ന് അറിയപ്പെടാം. ഇതിനെ മറ്റൊരു രൂപത്തിലും വിളിക്കും, ദറ്റ് ഈസ് ഇൻഫീരിയർ ഓവറി. എന്താ വിളിക്കുക? ഇൻഫീരിയർ, ഇൻഫീരിയർ ഓവറി എന്നാണ് വിളിക്കുക. അപ്പോൾ 3 ടൈപ്പ് നമ്മൾ പഠിച്ചു. ഒന്ന് സുപ്പീരിയർ ഓവറിയാണ്, 2 ഹാഫ് ഇൻഫീരിയർ ഓവറിയാണ്, 3 ഇൻഫീരിയർ ഓവറിയാണ് അല്ലേ. അപ്പോൾ ഇതാണ് 3 ടൈപ്പ് അല്ലേ, 3 ടൈപ്പ് ഫ്ലവേഴ്സ് ബേസ്ഡ് ഓൺ ദി പൊസിഷൻ ഓഫ് കാലിക്സ് കൊറോള ആൻഡ് ആൻഡ്രീഷ്യം വിത്ത് റെസ്പെക്ട് ടു ദി ഓവറി. ഓവറിയുമായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കാലിക്സിൻ്റെയും കൊറോളയുടെയും ആൻഡ്രീഷ്യത്തിൻ്റെയും പൊസിഷനെ ബേസ് ചെയ്തുകൊണ്ട് 3 തരത്തിലുള്ള എന്താണ് ഫ്ലവേഴ്സുകൾ നമുക്ക് കാണാൻ കഴിയും. മനസ്സിലായല്ലോ? അതൊന്നും എന്താണ് വ്യക്തമായിട്ട് നിങ്ങൾ പഠിക്കും. മനസ്സിലായല്ലോ? ഓരോ പിക്ചർ കണ്ടാൽ നമുക്ക് മനസ്സിലാകണം ദിസ് ഈസ് വിച്ച് ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സ് അല്ലേ, ഏത് ടൈപ്പ് ഫ്ലവേഴ്സാണ് എന്നുള്ളത്. പിന്നെ ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ പെരിഗൈനസിനെ ബേസ് ചെയ്തിട്ട് മറ്റൊരു പിക്ചർ കൂടി തന്നിട്ടുണ്ട്, അതും കൂടി ഞാൻ കാണിക്കുന്നുണ്ട്. ശ്രദ്ധിക്കുക, ഇവിടെ തലാമസ് കൂടുതൽ കപ്പ് ഷേപ്പ് ആയിട്ടുണ്ടാവും, തലാമസ് കൂടുതലായിട്ട് കപ്പ് ഷേപ്പായി മാറിയിട്ടുണ്ടാവും. അതേപോലെ തന്നെ അതിൻ്റെ കൊറോള ഈ ഭാഗത്ത് റിം ഓഫ് ദി തലാമസിൽ നിന്നാണ് വന്നിട്ടുള്ളത് അല്ലേ, റിം ഓഫ് ദി തലാമസ്. ആൻഡ് ഓവറി ആൾസോ seen in the center regions അല്ലേ. ആൻഡ്രീഷ്യം വി ക്യാൻ സീ ആൻഡ്രീഷ്യം ഓൾസോ അറൈസ് ഫ്രം ദി റിം. ഇവിടെ നോക്കുക, ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഓവറി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻഫീരിയർ ആയിട്ട് തന്നെയാണ് കാണുന്നത് അല്ലേ. പക്ഷേ എന്താണ് വ്യത്യാസം? ഇവിടെ എപ്പിഗൈനസും ഇത് പെരിഗൈനസുമാണ്. എന്താണ് ഡിഫറൻസ്? ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഓവറിയുടെ വോളും തലാമസിൻ്റെ വോളും എന്താണ് ഫ്യൂസ്ഡ് ആണ്. അതേപോലെ തന്നെ തലാമസ് കംപ്ലീറ്റ്ലി എൻക്ലോസ്ഡ് വിത്തിൻ ദി ഓവറി അല്ലേ, ഓവറിയുമായിട്ട് എന്ത് ചെയ്യണം, കംപ്ലീറ്റ്ലി എൻക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ അതുണ്ടോ അല്ലേ, ഓവറിയുടെ വോളും തലാമസിൻ്റെ വോളും ഓവറി എന്താണ് വോൾസും തമ്മിൽ ഡിഫറെൻ്റ് ആയിട്ട് വേറിട്ട് നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ ഇത് കണ്ടാൽ നമ്മൾ വിചാരിക്കും എപ്പിഗൈനസ് എന്നാണ്, പക്ഷേ എന്താണ് പെരിഗൈനസ് ആണ്. ഡിഫറൻസ് എന്താണ് ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കി ചിത്രം കണ്ടാൽ നമുക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ പഠിച്ചിരിക്കണം. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഫ്ലവേഴ്സിൻ്റെ പാർട്സുകൾ, ഡീറ്റെയിൽസ് ആയിട്ട് ഓരോ ഫ്ലവേഴ്സിൻ്റെയും പാർട്സുകളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കുക, പാർട്സ് ഓഫ് എ ഫ്ലവർ, പാർട്സ് ഓഫ് എ ഫ്ലവർ. നമ്മൾ കുറച്ച് മുമ്പ് ഇതിൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിൻ്റെ പാർട്സിനെ കുറിച്ച് ചെറുതായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടാണ് ഇനി പോകുന്നത്. ഇപ്പോൾ കാലിക്സ് അന്ന് ഞാൻ പറഞ്ഞിരുന്നു, കാലിക്സ് അല്ലേ, കാലിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. കാലിക്സിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഔട്ടർ മോസ്റ്റ് വേൾ ഓഫ് ദി ഫ്ലവർ അല്ലേ, ഒരു ഫ്ലവറിൻ്റെ ഏറ്റവും പുറമേ കാണപ്പെടുന്ന വേൾഡ്സിനെയാണ് കാലിക്സ് എന്ന് പറയാം. അതിൻ്റെ സിംഗിൾ വണ്ണിനെ നമ്മൾ സെപ്പൽ എന്നാണ് അറിയപ്പെടുക, അന്ന് നമ്മൾ പറഞ്ഞതാണ് അല്ലേ. ഇനി ഈ സെപ്പൽസ് എല്ലാം ചിലപ്പോൾ ഇങ്ങനെ കാണപ്പെടും, എന്നുവെച്ചാൽ ഓരോ സെപ്പൽസും ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കാണാം. മനസ്സിലായോ? ഇങ്ങനെയുള്ള സെപ്പൽസിനെ നമ്മൾ പോളിസെപ്പാലസ് എന്നാണ് പറയുന്നത്. പോളിസെപ്പാലസ്, പോളിസെപ്പാലസ്. പോളിസെപ്പാലസ് എന്ന് പറഞ്ഞാൽ ഫ്രീ സെപ്പൽസ് ആണ്. ഫ്രീ സെപ്പൽസ് എന്ന് വെച്ചാൽ ഫ്യൂസ് ചെയ്യാത്ത, ഓരോ സെപ്പൽസും 5 എണ്ണം ഉണ്ടെങ്കിൽ അതല്ല 3 എണ്ണം ഉണ്ടെങ്കിൽ ഓരോന്നും വേറിട്ട് നിൽക്കുന്ന സെപ്പൽസ്. മനസ്സിലായല്ലോ? ഇനി
ചില സെപ്പൽസുകൾ നമുക്കറിയാം, ചില സെപ്പൽസ് ഇതേപോലെ ഫണൽ ഷേപ്പായിട്ട് ഫ്യൂസ് ചെയ്ത് നിൽക്കുന്ന സെപ്പൽസ് ഉണ്ടാവും. അങ്ങനെയുള്ള സെപ്പൽസിനെ ഗ്യാമോസെപ്പാലസ് എന്നാണ് പറയുക. ഗ്യാമോസെപ്പാലസ് യുണൈറ്റഡ് സെപ്പൽസ് ആണ്. യുണൈറ്റഡ് സെപ്പൽസ്, ഗ്യാമോസെപ്പാലസ്. ഓക്കെ, ഇത് നോക്കുക. ഇതാണ് കാലിക്സുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ടേംസ്. ഇനി കൊറോളയുമായിട്ട് നോക്കാം. കൊറോളയിലും ഇതേപോലെ തന്നെ ഫ്രീ ആയിട്ടുള്ള പെറ്റൽസ് ആണെങ്കിൽ അതിനെ കൊറോളയുടെ ഒരെണ്ണത്തിന് നമ്മൾ പെറ്റൽ എന്നാണല്ലോ പറയാം, അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഫ്രീ ആയിട്ടുള്ള പെറ്റൽസ് ആണെങ്കിൽ അതിനെ പോളിപെറ്റാലസ് എന്നാണ് പറയുക. പോളിപെറ്റാലസ് അല്ലേ? അപ്പോൾ പോളിപെറ്റാലസ് എന്ന് പറഞ്ഞാൽ ഫ്രീ പെറ്റൽസ് ആണ്, അല്ലേ? ഫ്രീ പെറ്റൽസ്, മനസ്സിലായല്ലോ? ഇനി ഗ്യാമോപെറ്റാലസ് ഉണ്ട്. ഗ്യാമോപെറ്റാലസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പോൾ അതുമായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ യുണൈറ്റഡ് പെറ്റൽസ് ആയിരിക്കും, അല്ലേ? യുണൈറ്റഡ് പെറ്റൽസിനെയാണ് ഗ്യാമോപെറ്റാലസ് എന്ന് അറിയപ്പെടുന്നത്. മനസ്സിലായല്ലോ? ഇപ്പോൾ യുണൈറ്റഡ് പെറ്റൽസ്, അതേപോലെ തന്നെ ഫ്രീ പെറ്റൽസ്. മനസ്സിലായല്ലോ? ഇനി കാലിക്സിലും കൊറോളയിലും അതിൻ്റെ ഇതളുകളുടെ അറേഞ്ച്മെൻറ്റ്സ്, അതായത് ദി സെപ്പൽസ് ആണല്ലോ കാലിക്സിൻ്റെ ഇതള്, അല്ലേ? ദി സെപ്പൽസ് ഓർ പെറ്റൽസ് വിത്ത് റെസ്പെക്ട് ടു അതർ മെമ്പേഴ്സ് ഓഫ് ദ സെയിം വേർഡ്സ്. ദി അറേഞ്ച്മെൻറ്റ് ഓഫ് സെപ്പൽസ് ഓർ പെറ്റൽസ്. സെപ്പൽസും പെറ്റൽസും ഒരു ഫ്ലവറിൽ ഏത് രൂപത്തിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്, ആ അറേഞ്ച്മെൻറ്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഈസ്റ്റിവേഷൻ എന്നാണ് വിളിക്കുക. ഓക്കെ, അത് നിങ്ങൾക്ക് പറയുമ്പോൾ കൂടുതൽ മനസ്സിലാവും. കൂടെ നമ്മൾ കാലിക്സിൻ്റെയും കൊറോളൻ്റെയും ഇതളുകളെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത്, അല്ലേ? ഇനി നോക്കാം. ഇതിൽ അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ള ഈസ്റ്റിവേഷനാണ്. ഈസ്റ്റിവേഷൻ ഇപ്പം ഈസ്റ്റിവേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ സെപ്പൽസ് ഓർ പെറ്റൽസ്, ദി അറേഞ്ച്മെൻറ്റ് ഓഫ് സെപ്പൽസ് ഓർ പെറ്റൽസ്. ഒരു ഫ്ലവറിൽ സെപ്പൽസും പെറ്റൽസും ചിലപ്പോൾ ട്വിസ്റ്റഡ് ആയിട്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, അല്ലേ? ഈ ഒരു ഇതളിനെ കവർ ചെയ്തിട്ടാണ് ഈ ഇതളുള്ളത്, മനസ്സിലായോ? ഈ ഇതളിനെ കവർ ചെയ്തിട്ടാണ് അടുത്ത ഇതളുള്ളത്. ഈ ഇതളിനെ കവർ ചെയ്തിട്ടാണ് ഇതിൻ്റെ എൻഡ് ഭാഗം അടുത്ത ഇതളുള്ളത്. അപ്പം അങ്ങനെ ഒരു സെപ്പൽസ് അടുത്ത സെപ്പൽസിൽ ഓവർലാപ്പ് ചെയ്തിട്ടുണ്ടോ, ഓവർലാപ്പ് ചെയ്തിട്ടില്ലേ, അല്ലേ? എങ്ങനെയാണ് ആ ഓവർലാപ്പിംഗ് വന്നിട്ടുള്ളത്, ആ ഒരു അറേഞ്ച്മെൻറ്റ്സിന് പറയുന്ന പേരാണ് ഈസ്റ്റിവേഷൻ. അതിൻ്റെ 4 ടൈപ്പ് ഉണ്ട്. 4 ടൈപ്പിനെ കുറിച്ച് പറയുന്നതാണ്, അല്ലെങ്കിൽ അറേഞ്ച്മെൻറ്റ്സിന് പറയുന്ന പേരാണ് ഈസ്റ്റിവേഷൻ. എന്താണെന്നുള്ള ഡീറ്റെയിൽസ് ആയിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷനാണ് ലാസ്റ്റ് പറയാം. അതിൻ്റെ ടൈപ്സിലേക്ക് പോവാം. ഒന്നാമത് വാൽവേറ്റ് ആണ്. വാൽവേറ്റ് ഈസ്റ്റിവേഷൻ എന്ന് പറഞ്ഞാൽ ഫ്ലവറിൻ്റെ ഇതളുകളെ സെപ്പൽസിനെ റെപ്രസെൻ്റ് ചെയ്യാണ് ഇവിടെ, മനസ്സിലായില്ലേ? ഇതൊരു സെപ്പൽസ്, ഇതും അടുത്ത സെപ്പൽസ്, ഇത് മറ്റൊരു സെപ്പൽ, ഇത് വേറെ സെപ്പൽ, മനസ്സിലായല്ലോ? ഇപ്പോൾ ഇതൊരു സെപ്പലിനെയാണ് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്, അല്ലേ? ഇതൊരു സെപ്പലിനെയാണ്. അപ്പം എത്ര സെപ്പലുണ്ട് ഇവിടെ? 4 സെപ്പലിനെയാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്, അല്ലേ? ഒരു ഫ്ലവറിൽ ഒരു ഇതള് അടുത്ത ഇതളിനെ ജസ്റ്റ് ടച്ച് ചെയ്തിരിക്കുക, ഓവർലാപ്പിംഗ് ചെയ്യാതെ തൊട്ട് അടുത്തായിട്ട് നിൽക്കുന്ന കണ്ടീഷൻ, ഇതിനെയാണ് വാൽവേറ്റ് ഈസ്റ്റിവേഷൻ എന്ന് പറയും. അപ്പോൾ ദി സെപ്പൽസ് ഓർ പെറ്റൽസ്, സെപ്പൽസ് ആവാം അല്ലെങ്കിൽ പെറ്റൽസ് ആവാം, മനസ്സിലായോ? സെപ്പൽസിനെ ബേസ് ചെയ്ത് മാത്രമാണ് നമ്മൾ സെപ്പൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സെപ്പൽസിൻ്റെ ഇതളുകൾ മാത്രമാണ് നോക്കുക. പെറ്റൽസിൻ്റെ ഇതളാണെങ്കിൽ പെറ്റൽസിൻ്റെ ഇതളുകൾ തമ്മിലാണ് നോക്കുന്നത്, മനസ്സിലായല്ലോ? അപ്പോൾ ദി സെപ്പൽസ് ഓർ പെറ്റൽസ് ജസ്റ്റ് ടച്ച് വൺ അനദർ വിത്തൗട്ട് ഓവർലാപ്പിംഗ്, ഓവർലാപ്പിംഗ് ചെയ്യാതെ തൊട്ടുരമ്മി നിൽക്കുന്ന എന്താണ് അറേഞ്ച്മെൻറ്റ്സിനെയാണ്
വാൽവേറ്റ് ഈസ്റ്റുവേഷൻ എന്ന് പറയും. അപ്പോൾ ഇതിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയുന്നത് കലോട്രോപ്പിസ് ആണ്. കലോട്രോപ്പിസിൽ വാൽവേറ്റ് ഈസ്റ്റുവേഷൻ ആണ്. മനസ്സിലായല്ലോ? വാൽവേറ്റ് ഈസ്റ്റുവേഷൻ. ഇനി രണ്ടാമത്തതാണ് ട്വിസ്റ്റഡ് ഈസ്റ്റുവേഷൻ. സെക്കൻഡ് ടൈപ്പാണ് ട്വിസ്റ്റഡ് ഈസ്റ്റുവേഷൻ. ശ്രദ്ധിക്കുക, അവിടെ ഇതൊരു ഇതളാണ് അല്ലേ? നേരത്തെ ഞാൻ ഫ്ലവറിൽ കാണിച്ച പോലെ ഇത് മറ്റൊരു ഇതളാണ്, ഇത് മറ്റൊരു ഇതളാണ് അല്ലേ? അതുപോലെ തന്നെ ഇത് വേറൊരു ഇതളാണ്. ഇപ്പോൾ നോക്കാം, ഈ ഇതളിൻ്റെ ഒരെൻഡ് അടുത്ത ഇതളിനാൽ ഓവർലാപ്പ്ഡ് ആണ് അല്ലേ? ഇത് മറ്റൊരു ഇതളിനെ ഓവർലാപ്പ് ചെയ്ത്. ഇപ്പം ഈ ഇതള് അടുത്ത ഇതളിനെ ഓവർലാപ്പ് ചെയ്തിട്ടുണ്ട്, ഇത് അടുത്തതിനെ ഓവർലാപ്പ് ചെയ്തിട്ടുണ്ട്, ഇത് അടുത്തതിനെ ഓവർലാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെപ്പൽസ് ഓർ പെറ്റൽസ് ഓവർലാപ്പ് വൺ അനദർ ആൻഡ് അല്ലെങ്കിൽ ഓവർലാപ്പ് ഈച്ച് അതർ ആൻഡ് സോ ഓൺ അല്ലേ? അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഓവർലാപ്പിംഗ് വന്നിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റ്സിനെയാണ് നമ്മൾ ട്വിസ്റ്റഡ് ഈസ്റ്റുവേഷൻ എന്ന് പറയും അല്ലേ? സെപ്പൽസ് ഓർ പെറ്റൽസ് ഓവർലാപ്പ് ദാറ്റ് ഓൺ ദി നെക്സ്റ്റ് വൺ ആൻഡ് സോ ഓൺ. ഒന്ന് അടുത്തതിനെ ഓവർലാപ്പ് ചെയ്തു, അതേപോലെ അടുത്തതിനെ ഓവർലാപ്പ് ചെയ്തു, അടുത്തതിനെ ഓവർലാപ്പ് ചെയ്തു അല്ലേ? അതാണ് ആൻഡ് സോ ഓൺ എന്ന് പറയുന്നത്. സെപ്പൽസ് ഓർ പെറ്റൽസ് ഓവർലാപ്പ് that on the next one and so on. So this type of eastuvation is called twisted eastuvation. But twisted eastuvation example ആയിട്ട് നമ്മൾ ചൈന റോസ് ആണ് പറയുന്നത്. ചൈന റോസ് മനസ്സിലായല്ലോ? ഇനി മൂന്നാമത്തെ ടൈപ്പിനെയാണ് നമ്മൾ ഇംബ്രിക്കേറ്റ് ഈസ്റ്റുവേഷൻ എന്ന് പറയുന്നത്. ഇംബ്രിക്കേറ്റ് ഈസ്റ്റുവേഷൻ. അപ്പോൾ ഇംബ്രിക്കേറ്റ് ഈസ്റ്റുവേഷൻ്റെ ഡയഗ്രാംസ് ശ്രദ്ധിക്കുക. നാല് സെപ്പൽസ് ഓർ പെറ്റൽസ് ആണുള്ളത് അല്ലേ? ഇവിടെ ഒരു ഭാഗം ഓവർലാപ്പ് ചെയ്തിട്ടുണ്ട്, ഇത് അടുത്തതിനെ ഓവർലാപ്പ് ചെയ്ത് ട്വിസ്റ്റഡ് ആണ്, ഓക്കെ ആണ് അല്ലേ? പക്ഷേ ഇത് നോക്കാം, ഇതിൻ്റെ രണ്ട് എൻഡും എന്താണ്? ഓവർലാപ്പ്ഡ് ആണ് അല്ലേ? രണ്ട് അടുത്ത നെക്സ്റ്റ് ഇതളിനാൽ ഓവർലാപ്പ്ഡ് ആണ്. അതേപോലെ ഇത് കംപ്ലീറ്റ്ലി ഔട്ടാണ്, ഇത് കംപ്ലീറ്റ്ലി ഇന്നാണ് അല്ലേ? ഇത് പുറത്തേക്കാണുള്ളത്, ഇത് ഉള്ളിലേക്കാണുള്ളത്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ട്വിസ്റ്റഡ് ആണ് അല്ലേ? ഇത് ഒന്ന് ഓവർലാപ്പ്ഡ് ആണ്, ഇത് ഓവർലാപ്പാണ്, ഇവിടെയും ഓവർലാപ്പ്ഡ് ആണ്, ഇവിടെ ഓവർലാപ്പാണ്. അപ്പോൾ സെപ്പൽസ് ഓർ പെറ്റൽസ് ഓവർലാപ്പ് ബട്ട് നോട്ട് ഇൻ എ പർട്ടിക്കുലർ ഡിറക്ഷൻ. ഒരു പ്രത്യേകമായ ഡയറക്ഷനിൽ ഇതുപോലെ കറക്റ്റായിട്ടൊരു ഡയറക്ഷനിലല്ല ഓവർലാപ്പ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയുള്ള ഓവർലാപ്പിംഗ് ഈസ്റ്റുവേഷനെയാണ് ഇംബ്രിക്കേറ്റ് ഈസ്റ്റുവേഷൻ എന്ന് പറയാം. അപ്പോൾ ഇംബ്രിക്കേറ്റ് ഈസ്റ്റുവേഷൻ എന്ന് പറഞ്ഞാൽ sepals or petals overlap but not in a particular direction. So this type of eastuvation is called imbricate eastuvation. Imbricate eastuvation example ആണ് ഗുൽമോർ. നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഗുൽമോർ അല്ലേ? പൂമരത്തിൻ്റെ ഫ്ലവേഴ്സിൽ ഗുൽമോർ, അതേപോലെ തന്നെ കാഷ്യ, അതിൻ്റെയൊക്കെ അതിലൊക്കെ കാണപ്പെടുന്ന ഇംബ്രിക്കേറ്റ് ഈസ്റ്റുവേഷൻ ആണ്. ഇനി നാലാമത്തെ ടൈപ്പ് ഉണ്ട് വെക്സിലറി ഈസ്റ്റുവേഷൻ അല്ലെങ്കിൽ പാപ്പിലിയോണേഷ്യസ്. ഓക്കെ, പാപ്പിലിയോണേഷ്യസ് ഈസ്റ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കാം, ഇവിടെ ഒരു ലാർജ് സ്റ്റാൻഡേർഡ് പെറ്റൽ ഉണ്ടാവും. മനസ്സിലായോ? പെറ്റൽസിലാണ്, ഇപ്പോൾ പയറിൻ്റെ ഒക്കെ പെറ്റൽസിൽ കാണപ്പെടുന്ന ഒരു അറേഞ്ച്മെൻറ്റ്സ് ആണ്. ഒരു ലാർജ് സ്റ്റാൻഡേർഡ് പെറ്റൽ ഉണ്ടാവും. അത് ദാറ്റ് ഓവർലാപ്പ് ടു വിങ് പെറ്റൽ, രണ്ട് സൈഡിലേക്കുള്ള പെറ്റൽസിനെയാണ് നമ്മൾ വിങ് പെറ്റൽ എന്ന് പറയാം. വിച്ച് ഇൻ ടേൺ ഓവർലാപ്പ് ടു കീൽ പെറ്റൽ, അത് വീണ്ടും എന്ത് ചെയ്യുന്നു?
രണ്ട് കീൽ പെറ്റലിനെ ഓവർലാപ്പ് ചെയ്തിട്ടുണ്ടാവും. കീൽ പെറ്റൽ മാത്രം ഫ്യൂസ്ഡ് ആയിരിക്കും, ബാക്കിയുള്ളതൊക്കെ ഫ്രീ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള അറേഞ്ച്മെൻറ്റ്സിനെയാണ് വെക്സിലറി ഈസ്റ്റുവേഷൻ എന്ന് പറയാം. അതായത് ലാർജ് സ്റ്റാൻഡേർഡ് പെറ്റൽ വിച്ച് ഓവർലാപ്പ് ടു വിങ് പെറ്റൽ വിച്ച് ഇൻ ടേൺ ഓവർലാപ്പ്, അത് വീണ്ടും വിച്ച് ഇൻ ടേൺ ഓവർലാപ്പ് ടു കീൽ പെറ്റൽ. സോ ദിസ് ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻറ്റ്സ് ഓർ ദിസ് ടൈപ്പ് ഓഫ് ഈസ്റ്റുവേഷൻ ഈസ് കോൾഡ് വെക്സിലറി ഈസ്റ്റുവേഷൻ. ഇപ്പോൾ ഇവിടെ 4 ടൈപ്പ് ഈസ്റ്റുവേഷൻ, ഇപ്പോൾ ഇതിൽ പി ആണ് എക്സാമ്പിളായിട്ട് വരിക അല്ലേ, ലാസ്റ്റ് ടൈപ്പിൽ. അപ്പോൾ 4 ടൈപ്പ് ഈസ്റ്റുവേഷൻ ആണ് പറഞ്ഞത്. അപ്പോൾ ഇനി നമുക്ക് ഈസ്റ്റുവേഷൻ്റെ ഡെഫിനിഷൻ ഉണ്ടാക്കണം. എന്താണ് ഈസ്റ്റുവേഷൻ എന്ന് പറഞ്ഞത്? അതായത് ദി അറേഞ്ച്മെൻറ്റ്സ് ഓഫ് സെപ്പൽസ് ഓർ പെറ്റൽസ് വിത്ത് റെസ്പെക്ട് ടു അതർ മെമ്പേഴ്സ് ഓഫ് ദി സെയിം വേൾഡ്, ഒരേ വേൾഡിൽ തന്നെയുള്ള മറ്റ് മെമ്പേഴ്സുകളെ കമ്പയർ ചെയ്ത്, സെപ്പൽസ് ആണെങ്കിൽ സെപ്പൽസ് മാത്രം, പെറ്റൽസ് ആണെങ്കിൽ പെറ്റൽസ് മാത്രം, അതിൻ്റെ ഒരു ഇതൾ മറ്റ് ഇതളിനെ കമ്പയർ ചെയ്യുമ്പോൾ ലഭിക്കുന്ന അല്ലെങ്കിൽ കമ്പയർ ചെയ്യുമ്പോൾ ചെയ്യുന്ന ആ ഒരു അറേഞ്ച്മെൻറ്റ്സിനെയാണ്, ആ അറേഞ്ച്മെൻറ്റ്സ് കമ്പയർ ചെയ്തുമ്പോൾ ഉണ്ടാവുന്ന ഇതിനെയാണ് നമ്മൾ ഈസ്റ്റുവേഷൻ എന്ന് പറയുന്നത്. ദി സെപ്പൽസ് ഓർ പെറ്റൽസ്, ദി അറേഞ്ച്മെൻറ്റ് ഓഫ് സെപ്പൽസ് ഓർ പെറ്റൽസ് വിത്തിൻ ദി സെയിം വേൾഡ് വിത്ത് റെസ്പെക്ട് ടു അതർ മെമ്പേഴ്സ് ഓഫ് ദി സെയിം വേൾഡ്. ഒരു മെമ്പേഴ്സ് അടുത്ത മെമ്പേഴ്സിനെ ഒരു വേൾഡിൽ തന്നെയുള്ള ആ അറേഞ്ച്മെൻറ്റ്സിനെ വിളിക്കുന്ന പേരാണ് ഈസ്റ്റുവേഷൻ. ദി അറേഞ്ച്മെൻറ്റ് ഓഫ് സെപ്പൽസ് ഓർ പെറ്റൽസ് വിത്ത് റെസ്പെക്ട് ടു അതർ മെമ്പേഴ്സ് ഓഫ് ദി സെയിം വേൾഡ്, ദിസ് ഈസ് കോൾഡ് ഈസ്റ്റുവേഷൻ. അതിനെയാണ് നമ്മൾ ഈസ്റ്റുവേഷൻ എന്ന് വിളിക്കുക. ഈസ്റ്റുവേഷൻ സാധാരണ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഈ ഡയഗ്രാംസ് തരും, ഐഡൻറ്റിഫൈ ദി ഈസ്റ്റുവേഷൻ, ഏത് ഈസ്റ്റുവേഷൻ ആണെന്ന് പറയാം. അതല്ലെങ്കിൽ റൈറ്റ് ഇറ്റ്സ് എക്സാമ്പിൾ, അതിൻ്റെ എക്സാമ്പിൾ എഴുതാൻ പറയും അല്ലേ. അങ്ങനെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ കാലിക്സ് കൊറോളയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ടേംസുകൾ. അപ്പം ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.